ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഈ ലിസ്റ്റിലുള്ളവർ പഞ്ചായത്തിൽ എത്തിച്ചേരേണ്ടതായി വരും. കാരണം നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായ ആനുകൂല്യം വാങ്ങുന്നത് സംബന്ധിച്ച് ചില പരിശോധനകൾ നടത്തപ്പെടുവാൻ പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി 5ഓളം വരുന്ന മാനദണ്ഡങ്ങളാണ് സർക്കാർ പ്രധാനമായും പരിശോധിക്കുന്നത്. അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവർ അവരുടെ പഞ്ചായത്തുകളിലെത്തി ഇക്കാര്യങ്ങൾ അറിയിച്ചാൽ അവർക്ക് ഒരുപക്ഷെ ഇളവുകളോടെ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ സാധിക്കും. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും എത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഭൗതിക നിലവാരങ്ങളാണ്. അതായത് 2000 സ്ക്വയർ ഫീറ്റും അതിന് മുകളിലുള്ള വീടുകളുള്ളവരാണെങ്കിൽ അത്തരക്കാർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല. അത്തരത്തിൽ ആ വീടുകളിൽ താമസിക്കുന്നവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിലെങ്കിലും AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കും പെൻഷൻ ലഭിക്കില്ല. ഇനി 2 ഏക്കറും അതിനു മുകളിലുമൊക്കെ ഭൂമിയുണ്ടെങ്കിൽ അവർക്കും പദ്ധതിയിൽ തുടരുവാനോ ആനുകൂല്യം കൈപ്പറ്റുവാനോ സാധിക്കില്ല. മാത്രമല്ല പെൻഷൻ ഗുണഭോക്താവിൻ്റെ വരുമാന സ്രോതസ്സുകളെല്ലാം കണക്കിലെടുത്ത് 1 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ വാർഷിക വരുമാനമെങ്കിൽ അത്തരക്കാർക്കും പദ്ധതിയിൽ തുടരാൻ സാധിക്കില്ല. വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനല്ലാതെ 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവരും പെൻഷൻ പദ്ധതിയിൽ തുടരരുത്. ഈ പ്രധാന മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. ഇത്തരത്തിൽ ഈ ഭൗതിക നിലവാരത്തിൽ താമസിക്കുന്നവരെല്ലാം പഞ്ചായത്തിലെത്തി ഇക്കാര്യങ്ങൾ അറിയിച്ച് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്. പഞ്ചായത്തിലെ കാര്യങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് ഇളവുകളോടെ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ സാധിക്കും. എന്നാൽ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നത് തുടർന്നാൽ അത് പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ നിങ്ങൾ വാങ്ങിയ തുക മുഴുവൻ 18% പലിശയടക്കം തിരിച്ചു നൽകേണ്ടതാണ്. അതിനാൽ തന്നെ അനർഹരായവർ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.